ഹലോ, ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഇവിടെ എത്തിയപ്പോ വിഷ്ണുവേട്ടൻ എല്ലാരോടും പറഞ്ഞു ഞാൻ മഷ്റൂമിന്റെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്, അടിപൊളിയാണെന്നൊക്കെ. അപ്പൊ ഇവരൊക്കെ എന്നോടൊന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അതായത് ചിപ്പിക്കോൺ എന്ന് പറയും. എല്ലായിടത്തും ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇത് വാങ്ങി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ മതി. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും. പച്ചമുളക് ശരിക്കും നീളത്തിലാണ് മുറിക്കേണ്ടത്, പക്ഷെ ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചു. അതുപോലെ ഇത് വലിയ ഉള്ളിയാണ്. ഇത് നീളത്തിൽ സാധാ അരിയണ പോലെയാണ് മുറിക്കേണ്ടത്, പക്ഷെ ഇങ്ങനെ മുറിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വേണ്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ആദ്യം, കാരണം കുറച്ച് കഴിഞ്ഞ് വീണ്ടും വെളിച്ചെണ്ണ ആവശ്യം വരും. ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. ചൂടാകട്ടെ. ഇതിൽ കുറച്ച് തീയ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇതിലേക്ക് കടുക്, ചൂടായി വരുമ്പോഴാണ് കടുക് ഇടേണ്ടത്. ഞാൻ കുറച്ച് നേരത്തെ ഇട്ടെന്ന് തോന്നുന്നു. വെള്ളം ഉണ്ടാവും. പച്ചമുളക് നല്ല വേണം ഇടാല്ലേ. ഈ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണേ. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി വരാം. നന്നായിട്ട് വാടി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ല മണം കിട്ടും. നമ്മളുടെ ഈ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വലിയുള്ളിയൊക്കെ അങ്ങനെ വഴന്ന് വരുമ്പോൾ ഒരു മണം വരില്ലേ, നല്ല രസമുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ചിട്ടാൽ മതി, ഒരു നുള്ള് കളറിന് വേണ്ടി മാത്രം. കാരണം മഞ്ഞൾപ്പൊടി കിട്ടാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കി വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി. അടിയിൽ പിടിക്കുന്ന നോക്കണേ, കാരണം നമ്മൾ വെളിച്ചെണ്ണ കുറച്ചല്ലേ ഒഴിച്ചേ, അപ്പൊ ചിലപ്പോ ഇങ്ങനെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ശരിക്കുമില്ലേ, ഈ വലിയുള്ളി നമ്മൾ ഭയങ്കര നൈസായിട്ട് അരിഞ്ഞാൽ മതി. ഇത് കുറച്ച് കട്ടിയുണ്ട്, നൈസായിട്ട് മുറിച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുപോലെ നിർബന്ധമായിട്ട് നീളത്തിലരിയണേ. പച്ചമുളക് പോലെ നീളത്തിൽ തന്നെ മുറിക്കണം. ഇത് നമ്മൾ മുറിച്ചിട്ട് കഴുകി വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണേ. അപ്പൊ നമുക്കിതിനെ അങ്ങനെ എടുക്കാം കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ചിപ്പിക്കൂട് തന്നെ വാങ്ങണേ. മിക്സ് ചെയ്യാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ കുറച്ച് വെള്ളം വരും. ഉണ്ടോ? ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം.
ഈ മഷ്റൂം ഇല്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇത് കുറച്ച് കട്ടിക്കാണ് അരിഞ്ഞേക്കണേ. അതൊന്നും കൂടെ നൈസ് ആക്കിയിട്ട് ഇങ്ങനെ നല്ല സുഖം പീൽ ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. നൈസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ അരിക്കൂണില്ലേ, നമ്മളെ നാടൻ കൂണ്, അതിന്റെ ടേസ്റ്റ് വരും. കാണുമ്പോഴും ആ ഒരു ഫീല് വരും. ആ ടേസ്റ്റ് വരുന്നോണ്ടാണ് ഞാൻ ഈ ഓയിസ്റ്റർ മഷ്റൂം തന്നെ വാങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. കണ്ടോ, നമ്മള് എത്ര വെള്ളം വന്നു. ഇപ്പൊ ഈ വെള്ളമൊക്കെ വറ്റണം. ഇത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റണേ. ഇപ്പൊ ഈ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ഇത്തിരി കൂടെ ഇങ്ങനെ ഇതിങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതും കൂടെ ഒന്ന് വച്ചിട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി. നെക്സ്റ്റ് നമ്മളിത് ഇങ്ങനെ ഒരു പാൻ വീണ്ടും വെച്ചു. ഇങ്ങനെ പാൻ വെച്ചു. ശരിക്കും ഇത് ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. പക്ഷെ ഇതെല്ലാവരും ഉണ്ടാക്കണായിരിക്കും. ഇതല്ല, ഇതിന്റെ വേറൊരു സംഭവം ഉണ്ട്. അതാണ് എനിക്ക് കാണിക്കാൻ പോണേ. ഇത് ഇപ്പൊ നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ വേണേ. അത് ചൂടായി. ഇനി ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കെല്ലാം ഇരിക്കും കേട്ടോ. കഴുകി എടുത്തപ്പോ കുറെ കൂടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായി. ഇനിയിപ്പോ ഫ്രൈ ആകുമ്പോൾ ഒന്നും കൂടെ കുറച്ചാണ്. അപ്പൊ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വാങ്ങിക്കോളൂ കേട്ടോ. ഭയങ്കര ഈസി അല്ലേ, വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ട. പക്ഷെ ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാവുന്നു. ഇനി കുറച്ച് പിടിച്ചിട്ടാണ്. പിടിച്ചിടണം. ഒരു ചെറുതായിട്ട് ഗോൾഡൻ കളർ പോലുന്നത് അടുത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവുവേ. ഒരുപാട് ഇങ്ങനെ അയ്യോ ചെയ്യാൻ പാടില്ല. ഇതുണ്ട് ഇങ്ങനെ ഇതുപോലെ ഈ കളർ ഒരു സൈഡ് കാണുന്നുണ്ടോ? ഈ കളർ ഒരുപാട് ബ്രൗൺ ആവട്ടെ കേട്ടോ. ഇത് കളർ ഫ്രൈ ആവട്ടെ. ഇത്രയും മതി. ഒരു ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ഒരു കണ്ടോ, ഇതൊന്ന് ഫ്രൈ ആവാൻ അടി പിടിക്കാൻ നിങ്ങൾ നോക്കണേ. ഞാൻ പറഞ്ഞു ഇത് കുറച്ചുകൂടെ നൈസായിട്ട് അരിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ സെറ്റായിരുന്നു. പക്ഷെ ആയിട്ടോ, നമുക്കിനി വേറെ ഒന്നും വേണ്ട. തീ ഓഫ് ചെയ്യാം. നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നല്ല കോമ്പിനേഷൻ ചോറിന്റെ കൂടെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. വേറെ കറിയൊന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷെ എനിക്ക് ചോറിന്റെ കൂടെയാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.